നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ ശേഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവപ്രകടനങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ആദ്യം ആളുകൾ പറയുന്നത് പരാജയപ്പെട്ടുപോയ കുറെ സിനിമകളുടെ ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ താടി വെച്ച മോഹൻലാലിന്റെ കുറെ ഇതിനെപ്പറ്റിയുള്ള കുറെ കുറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വാലിബൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചായിരിക്കും. വാലിബൻ ഇപ്പോൾ ആളുകൾ കണ്ടു തുടങ്ങി. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു വാക്കിൽ ഞാൻ ഇപ്പോഴും ഉറച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാം ആ സിനിമയിലെ മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ചും ആ സിനിമയെക്കുറിച്ചുമുള്ള പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം എനിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ടെലിഗ്രാമിൽ വന്നതിന് ശേഷമായിരിക്കും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കച്ചറ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ കാണുകയുള്ളൂ എന്നുള്ളത്. അവർ കണ്ടു തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്നാൽ ഇവർ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു. എന്ത് തന്നെയാലും സിനിമ തിയേറ്ററിൽ വലിയ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു ആ സിനിമയ്ക്ക് ലഭിച്ചത്. ഒന്നും തന്നെ പ്രൊഡ്യൂസർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയധികം പരാജയമായിരുന്നു ആ സിനിമ. തുടർച്ചയായിട്ട് പരാജയങ്ങൾക്കിടയിൽ ഒരല്പം ആശ്വാസം കിട്ടി എന്ന് പറയുന്നത് മോഹൻലാലിന് നേര് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ജിത്തു ജോസഫിന്റെ സിനിമകളിലൂടെയാണ് ഇപ്പോൾ മോഹൻലാൽ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും സിനിമയ്ക്കകത്ത്, അല്ലാണ്ട് മനുഷ്യൻ എന്നുള്ള രീതിയിലല്ല, സിനിമയ്ക്കകത്ത് പിടിച്ചു നിൽക്കുന്നത് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം ജിത്തു ജോസഫിന്റെ സിനിമകളെല്ലാം തന്നെ മോഹൻലാലിനെ വെച്ച് ചെയ്തെല്ലാം നല്ല പേര് നേടി. ഒരെണ്ണം OTT റിലീസ് ചെയ്തു, അത് നല്ല പടമായിരുന്നു. കുറെ അലവലാദികൾ വന്നിട്ട് ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്തു എന്നല്ലാതെ അതുകൊണ്ട് കാര്യമില്ല. കാരണം തിയേറ്ററിൽ ഇറങ്ങാത്തത് കൊണ്ട് വേറെ നഷ്ടമൊന്നും ആ സിനിമയ്ക്ക് വരാനില്ല. എന്തിനാലും അദ്ദേഹത്തിന്റെ ആയിട്ട് ഒരുമിച്ച് വന്ന എല്ലാ സിനിമകളും നല്ല സിനിമകളായിരുന്നു. കണ്ട പ്രേക്ഷകർക്ക് അത് ആസ്വദിക്കാനും സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനപ്പുറം വേറൊരു ഡയറക്ടറെ ഹിറ്റ് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരു ആശ്വാസം കിട്ടിയ ഒരു സിനിമയാണ് സ്ഫടികം എന്ന് പറയുന്ന സിനിമയുടെ റിലീസ്. സ്ഫടികം റിലീസ് ചെയ്ത സമയത്ത് ഏകദേശം 5 കോടിയോളം രൂപ, 1 കോടി രൂപയാണ് അതിന്റെ ചെലവ് വന്നത് എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമ, അത് പഴയകാല ഒരു ഹിറ്റ് സിനിമ 1 കോടി രൂപ മുടക്കി അത് 4K മാറ്റി ഡോൾബി കാര്യങ്ങളൊക്കെ കയറ്റി അത് തിയേറ്ററുകളിലേക്ക് ഇറക്കുമ്പോൾ എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്നതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ഓൾമോസ്റ്റ് 3 കോടിക്ക് മുകളിൽ ഓടിക്കിട്ടിയാൽ മാത്രമാണ്, കേരളത്തിൽ നിന്ന് ഓടിക്കിട്ടിയാൽ മാത്രമാണ് ആ സിനിമയ്ക്ക് മുടക്കുമുതൽ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ളത്. എന്നാൽ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 5 കോടിക്ക് മുകളിൽ ആ പടം കളക്ഷൻ നേടുകയും വലിയ ഒരു വിജയമായിട്ട് മാറുകയും GCCയിലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ആ സിനിമയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഒരു റിലീസ് എന്നുള്ള രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ എത്തിയ ആ ഒരു സിനിമ ഓൾമോസ്റ്റ് 6 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയുണ്ടായി. അത് മോഹൻലാലിന് നിസ്സാര ഒരു പേരല്ല നേടിക്കൊടുത്തത്. കാരണം തിയേറ്ററിൽ പോകാൻ മടിച്ചുകൊണ്ട് നിൽക്കുന്ന, മോഹൻലാൽ സിനിമകൾ കാണാൻ തിയേറ്ററിൽ പോകാൻ മടിച്ചുകൊണ്ട് നിൽക്കുന്ന മോഹൻലാൽ ഫാൻസിന് പോലും ഒരു ഊർജ്ജം പകരുന്നതായിരുന്നു ആ സിനിമ. പക്ഷെ പിന്നീടും പരാജയ ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ കാര്യങ്ങളായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആ സമയത്ത് തന്നെ കുറെ സിനിമകളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടന്നിരുന്നു. മോഹൻലാലിന്റെ ഇന്ന പടം ഇത് വരും, 4K വരും, മറ്റത് വരും, മറിച്ചത് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ്. പക്ഷെ പിന്നീട് അതിനെല്ലാം ഒരു സാധൂകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നില്ല. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇനി റിലീസുകളുടെ നടനാണ് എന്നുള്ളൊരു കാര്യം. കാരണം നല്ല ഒരു പടം റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ഹിറ്റ് അടിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പഴയ ഹിറ്റുകൾ എടുത്ത് പൊടി തട്ടി 4K ആക്കി റിലീസ് ചെയ്യിപ്പിച്ച് ഹിറ്റ് അടിക്കുകയാണെന്നുള്ളത്. എന്തിനായാലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പടങ്ങളൊന്നും ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ മറ്റൊരു വാർത്തയുമായിട്ട് പുറത്തു വന്നിരിക്കുന്നതാണ്. അത് വേറെ ഒന്നുമല്ല, ഒരു പഴയ പരാജയ ചിത്രവുമായിട്ട് മോഹൻലാൽ വീണ്ടും രംഗത്തിലേക്ക് എത്തുന്നു. ഇത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മറ്റു ഭാഷകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു പരാജയ ചിത്രം 4K റിലീസുമായിട്ട് രംഗത്തെത്തുന്നത്. റിലീസ് എന്ന് പറയുന്ന സിസ്റ്റം സ്ഫടികമൊന്നുമല്ല കൊണ്ടുവന്നത്. അതിക്ക് മുമ്പും പല സിനിമകളും ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്ന് പലരും പറയുന്നതായിട്ടായിരുന്നു സ്ഫടികമാണ് ഫസ്റ്റ് പടം എന്നുള്ളത്. സ്ഫടികമല്ല ഫസ്റ്റ് പടം, വേറെ പല സിനിമകളിലൂടെയും വന്നിട്ടുണ്ട്. പക്ഷെ 4K വരുന്ന ഒരു പക്ഷേ ഫസ്റ്റ് പടമായിരിക്കും. പക്ഷെ ഈ ഒരു സിനിമ എന്താ പറയാ, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട്, മറ്റു ഭാഷകളിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഒരു പരാജയ ചിത്രമാണ് വരാൻ പോകുന്നത്. ആ ചിത്രത്തിന്റെ പേര് ദേവദൂതൻ എന്നാണ്. ദേവദൂതൻ വീണ്ടും 4K ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്ത വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത മാസത്തോടു കൂടി അതിന്റെ റിലീസ് ഉണ്ടാകുമെന്നുള്ളത്. തീർച്ചയായിട്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ പരാജയപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് ആ സിനിമയെ
ഇപ്പോൾ ആ സിനിമ കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ആ സിനിമ എത്രത്തോളം ദഹിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്റെയൊക്കെ ജനറേഷനിൽപ്പെട്ട ആളുകൾ ആ സിനിമ പരാജയപ്പെട്ടതിനെ കുറിച്ച്, കാരണം അന്ന് വരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ക്ലാസിക് സിനിമകളുടെ ലിസ്റ്റിലൊന്നായിരുന്നു ഈ പറഞ്ഞ ചിത്രം. എന്തു തന്നെയാലും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു പരാജയം അന്ന് അതിന്റെ സംവിധായകനും നിർമ്മാതാവിനും മോഹൻലാലിനും എല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ട് മീൻസ് അവർക്കെല്ലാം അവരുടെ ദുഃഖം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് സിബി മലയിലൊക്കെ ഇന്നും ആ സിനിമയുടെ പരാജയത്തെ പറ്റി വളരെയധികം വിഷമിച്ച് സംസാരിക്കാറുണ്ട്. കാരണം അത്രയധികം മികച്ച ഒരു സിനിമയായിരുന്നിട്ട് പോലും ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയി. എന്നാൽ പിന്നീട് ആ സിനിമ ഈ പറഞ്ഞ മാതിരി തന്നെ അന്ന് OTT ഇല്ലാത്തതുകൊണ്ട് തന്നെ ടിവിയിൽ വന്നു കഴിഞ്ഞ സമയത്ത് വലിയ കാര്യമായിട്ടുള്ള സംസാരങ്ങൾ ആ സിനിമയെക്കുറിച്ച് ആരംഭിക്കുകയും പയ്യെ ജനങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമയായിട്ട് അത് മാറുകയും ഇതേ ജനങ്ങൾ തന്നെ അന്ന് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്ന്. അതിന്റെ കാരണം ഇതേ ജനങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കാണാത്തതുകൊണ്ടാണ് എന്നുള്ളത് സത്യമാണ്. എന്റെ ഓർമ്മയിൽ അന്ന് വേറെ ഒരു വലിയൊരു ഹിറ്റ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അത് ഒരു ഓണം സീസണിലോ മറ്റോ ആണ് ആ പടം റിലീസ് ചെയ്തത്. ഓണം സീസണിലാണ്, ഞാൻ ഏകദേശം ഒരു 8ലേക്ക് പഠിക്കുന്ന സമയത്താണ് ആ പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വേറെ ഒരു ഹിറ്റ് ചിത്രം മലയാളത്തിലുണ്ടായിരുന്നു. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതറിയാവുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ആ സിനിമയുമായിട്ട് ഒരു മത്സരത്തിന് ഈ സിനിമയ്ക്ക് നിൽക്കാൻ സാധിച്ചില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ സുരേഷ് ഗോപിയുടെയോ മറ്റോ ഏതൊരു സിനിമയാണെന്നാണ്. സുരേഷ് ഗോപിയുടെ ആണോ മമ്മൂട്ടിയുടെ അല്ല, സുരേഷ് ഗോപിയുടെ ആണെന്നാണ് എന്റെ ഓർമ്മ. ആ സിനിമയുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റാതെ ഈ സിനിമ വീണു പോവുകയായിരുന്നു. എന്തു തന്നെയായാലും ആ സിനിമയുടെ വീഴ്ച എല്ലാവർക്കും വലിയൊരു ആഘാതമായിരുന്നു. പിന്നീട് ജനങ്ങൾ ആ സിനിമയെ റിലീസ് ചെയ്തതിന് ശേഷം ടിവിയിൽ റിലീസ് ചെയ്തതിന് ശേഷം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ആ സിനിമ 4K റിലീസുമായിട്ട് രംഗത്തെത്തുകയാണ്. ഇന്നും ആ സിനിമ കാണാത്ത ആളുകൾ നിരവധി ഉണ്ടാവും. പിന്നീട് വന്ന ജനറേഷനിൽപ്പെട്ട ആളുകളൊന്നും ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, തിയേറ്ററിൽ നിങ്ങൾക്ക് അത് 4K അനുഭവിക്കാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങളത് മിസ് ചെയ്യാതെ പോയി കാണുക. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഹൊറർ മൂഡിൽ പിടിച്ച ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കത്തില്ല. സംഗീത സാന്ദ്രമായ എന്നൊക്കെ പറയത്തില്ലേ, അതേ ലെവലിലുള്ള മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ഇതിന്റെ എല്ലാം അകമ്പടിയോടുകൂടി ആ ചിത്രം 4Kയിൽ ഇപ്പോൾ വീണ്ടും നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ മസ്റ്റ് വാച്ച് ആയിട്ട് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ദേവദൂതൻ എന്ന് ഞാൻ പറയും. പക്ഷെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. ഈ 4Kയിലേക്ക് മാറ്റുന്നതിന് ആ സിനിമയ്ക്ക് സ്ഫടികത്തിന് 1 കോടി രൂപയായി എന്നുണ്ടെങ്കിൽ വലിയ മാറ്റമൊന്നും ഈ സിനിമയ്ക്കും വരില്ല. 1 കോടിയിൽ കുറയില്ല, എന്തായാലും 1 കോടിയിൽ കൂടുകയേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഒരു ദിവസം മാറുന്തോറും ഇതിന്റെയൊക്കെ ചെലവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും 1 കോടി രൂപ അറൗണ്ട് ആ സിനിമയ്ക്ക് മുടക്കുമുതൽ വന്നിട്ടുണ്ടാവും. അതിനെ കവർ ചെയ്യാൻ ഈ സിനിമയ്ക്ക് ഇനി സാധിക്കുമോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 3 കോടി രൂപയോളം ആ സിനിമ കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു തിയേറ്ററുകളിൽ നിന്ന്. എങ്കിൽ മാത്രമാണ് ആ സിനിമയ്ക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സിന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും അവർ റീ റിലീസുമായിട്ട് ഇത്രയും പൈസ മുടക്കിയിട്ട് അന്നത്തെ ഒരു പരാജയ ചിത്രവും എടുത്തുകൊണ്ട് വരുന്നത്. തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ ഇന്ന് ആ സിനിമയ്ക്ക് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 1 കോടി രൂപയൊക്കെ ലാഭം കിട്ടിയാൽ മതിയാകും ഈ സിനിമ അന്നത്തെ നഷ്ടം പോലും നികത്തിയെടുക്കാനായിട്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ ഒരു സിനിമ പിടിച്ചുകൊണ്ടിരുന്നത് 45-50 ലക്ഷം രൂപ ചെലവിലാണ്. പടത്തിന്റെ ആകെ ചെലവാണ് ഞാൻ പറഞ്ഞ 50 ലക്ഷം രൂപ. അവിടെ നിന്നാണ് ഇന്ന് 25 കോടി രൂപയ്ക്ക് താഴെ മോഹൻലാൽ സിനിമകൾ വരാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്തിയെടുക്കാൻ ഇന്നത്തെ മുടക്കുമുതലും അന്നത്തെ നഷ്ടമൊക്കെ നികത്തിയെടുക്കാൻ ഒരു 50 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത്രയും നല്ലൊരു സിനിമ റീ റിലീസ് ചെയ്യിപ്പിച്ച് അതൊരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മലയാളത്തിലെ പുതിയ ചരിത്രമായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ തീർച്ചയായിട്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ പോയി കാണും. കാരണം എനിക്ക് ആ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.